അസ്സലാമലൈക്കും. സജന ഹക്കിം ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് അടിപൊളി വീഡിയോയുമായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരിച്ച് കറി റെഡിയാക്കി എടുക്കണം. പിന്നെ വീട്ടിലെ പണികളൊക്കെ അങ്ങോട്ട് ഒതുക്കി കയറ്റുക. പോവാത്തൂസിൻ്റെ സ്കൂളിലേക്കൊന്ന് പോകണം കേട്ടോ. ആനുവൽ തലേ ദിവസം കുട്ടികളുടെ ഡാൻസ് പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. പാത്തൂസിന് രാവിലെ എക്സാം ഉണ്ട് കേട്ടോ. എക്സാം കഴിഞ്ഞ ശേഷമാണ് ഡാൻസ് പ്രാക്ടീസൊക്കെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എക്സാം കഴിഞ്ഞ ശേഷം പോയി വിളിക്കാം എന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഡാൻസ് പ്രാക്ടീസും കൂടെ കാണാമല്ലോ, കുട്ടികളുടെ ഡാൻസ് പ്രാക്ടീസൊക്കെ കാണാം എന്ന് കരുതി സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും വീട്ടിലെ തിരക്ക് പിടിച്ച വിശേഷങ്ങളും നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് ഞാൻ എത്തിയിട്ടുള്ളത്. അപ്പോൾ രാവിലെ തന്നെ അത് ഇഡ്ഡലി മാവാണ് കേട്ടോ. നല്ലപോലെ അങ്ങോട്ട് വീർത്ത് വന്നിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്തും കയറ്റി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കണേ. അപ്പോൾ തട്ടിലേക്ക് എണ്ണയൊക്കെ തടവി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തട്ടിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്തൊക്കെ വിശേഷം, എല്ലാവരും സുഖമായിരിക്കുന്നു. ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും അതേപോലെ തന്നെ ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ചാനലിൻ്റെ വിജയം. എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് അടിക്കാനായിട്ട് ആരും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലി റെഡിയാക്കി എടുത്തു. പിന്നെ എന്താണെന്നറിയോ, ഇഡ്ഡലിയോടൊപ്പം സാമ്പാറുണ്ട്, കൂടാതെ ഇത്തിരി കുറുമക്കറി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഗ്രീൻ പീസ് കുറുമക്കറിയുടെ ഗ്രേവിയുടെ റെസിപ്പി ഞാൻ ചാനലിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കണേ. അങ്ങനെ നമ്മുടെ അതൊക്കെ ഒന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. നമ്മുടെ ഗ്രീൻ പീസും തക്കാളിയും ഉരുളങ്കിഴങ്ങും പച്ചമുളകും വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കാം. 4 വിസിൽ മതിയുള്ളൂ കേട്ടോ. നമുക്കതൊന്ന് വെന്ത് കിട്ടാനായിട്ട് അത് വേവുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അങ്ങോട്ട് സെറ്റാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ ഗ്രീൻ പീസ് ഗ്രേവി സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ച് കൊടുക്കാട്ടോ. നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ തന്നെ ഒന്ന് തവി വെച്ചൊന്ന് ഉടച്ച് കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ. ഞാൻ ഉടച്ചെടുക്കാൻ വിട്ടുപോയി. അപ്പോൾ വേഗം ഒന്ന് ഉടച്ചെടുക്കട്ടെ. നല്ല രീതിയിൽ ഗ്രേവി സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായി നമുക്ക് മീൻകറി സെറ്റാക്കി എടുക്കണം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ കൂട്ടുകാരെ. അടിപൊളി ഗ്രേവി സെറ്റായിട്ടുണ്ട്. വളരെ ടേസ്റ്റിയായ നാടൻ രീതിയിലുള്ള ഗ്രേവി സെറ്റായിട്ടുണ്ട്. ഗ്രീൻ പീസ് കൊണ്ട് അടിപൊളി ഗ്രേവി റെഡിയാക്കി എടുത്തു. ഇനി നമുക്ക് അടുത്തതായി മീൻകറി സെറ്റാക്കി എടുക്കാം കേട്ടോ. വാളയാട്ടോ രാവിലെ തന്നെ കിട്ടിട്ടോ. അപ്പോൾ വേഗം തന്നെ പണികൾ അങ്ങോട്ട് തീർക്കാം എന്ന് വിചാരിച്ചിട്ടോ. അങ്ങനെ തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്. അങ്ങനെ നല്ലപോലെ അങ്ങോട്ട് തേങ്ങ വറുത്തരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചട്ടിയിലേക്ക് അങ്ങ് ഒഴിച്ചെടുത്തു. എന്നിട്ട് കുറച്ചുകൂടി ജാറിലേക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചുവത്തി ഒഴിച്ചു കേട്ടോ. അപ്പോൾ ചാറിൻ്റെ പാകത്തിനുള്ളത് അങ്ങോട്ട് ആക്കിങ്ങായിട്ട് തക്കാളി 2 അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ പച്ചമുളക് കേട്ടോ. അതങ്ങോട്ട് ചേർത്ത് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കേട്ടോ. ഇനി അടുത്തതായി എന്താ ചേർത്ത് കൊടുക്കുന്നത് അറിയണ്ടേ കൂട്ടുകാരെ? അതിൽ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കൊടംപുളിയാണ് കേട്ടോ. 2 ചുള കൊടംപുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് മാങ്ങയാട്ടോ. പച്ചമാങ്ങ. മാങ്ങയുടെ സീസണല്ലേ. മാങ്ങ ഇല്ലാതെ കറി വെച്ചാൽ എന്താ ടേസ്റ്റ് ഉണ്ടാവുക. മാങ്ങ ചേർത്ത് വേണം മാങ്ങ സീസണിൽ കറി വയ്ക്കാൻ. അങ്ങനെ അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല പോലൊന്ന് മൂടി വെച്ചു. അങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അങ്ങനെ മീനൊക്കെ കട്ട് ചെയ്ത് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. വളരെ ടേസ്റ്റിയായ മീൻ കറി ഇതുവരെ നിങ്ങൾ കഴിച്ചു കാണില്ല കേട്ടോ. അത്രയും ടേസ്റ്റിയായ തേങ്ങ വറുത്തരച്ച് വെച്ച വാള അടിപൊളി മീൻ കറിയാണ് സെറ്റാക്കി കൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ മീനൊക്കെ എല്ലാതും അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി അങ്ങനെ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടോ. അപ്പോൾ മീനൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ചോറും അതിൻ്റെ ഇടയിൽ ഞാൻ വാർത്ത് വെച്ചു കേട്ടോ. അങ്ങനെ വെച്ചിങ്ങായിട്ട് പിന്നെ ഞാൻ ചേർത്തത് എന്താ ചെയ്തതെന്നറിയോ, ഒരു പേന അങ്ങോട്ട് അടുപ്പത്തേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ചൂടായപ്പോൾ ചെറുള്ളി കൊനുകൊന അരിഞ്ഞതിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തു കേട്ടോ. ഇത്രയും ടേസ്റ്റിയായി മീൻ കറി നിങ്ങൾ ഇതുവരെ കഴിച്ച് കാണില്ല. അത്രയും ടേസ്റ്റിയേറിയ തേങ്ങ വറുത്തരച്ച് വെച്ച അടിപൊളി മീൻ കറിയാണ് സെറ്റായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഫുൾ റെസിപ്പി പറയാത്തത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഫുള്ളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ തേങ്ങ വറുത്തരച്ച് അടിപൊളി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ തൂളിച്ച് സെറ്റാക്കി അതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചെടുത്ത് അടിപൊളി വളരെ ടേസ്റ്റിയായ തേങ്ങ വറുത്തരച്ച എൻ്റെ പൊന്നു ഇത്രയും ടേസ്റ്റേറിയ മീൻ കറി നിങ്ങൾ ഇതുവരെ കഴിച്ച് കാണില്ല. അത്രയും ടേസ്റ്റാണ് ഈ മീൻ കറിക്ക് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നേരെ പോകണം എവിടേക്ക്? പാത്തൂസിൻ്റെ സ്കൂളിലേക്ക് പാത്തൂസിനെ വിളിക്കാൻ പോകണം. കൂടാതെ അവിടുത്തെ ഡാൻസ് പ്രാക്ടീസൊക്കെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. നടക്കുമോ എന്നറിയില്ല, നോക്കാം കേട്ടോ. അങ്ങനെ വളരെ ടേസ്റ്റിയായ തേങ്ങ വറുത്തരച്ച അടിപൊളി മീൻ കറി സെറ്റായിട്ടുണ്ട് കൂട്ടുകാരെ. അപ്പോൾ എൻ്റെ സ്കൂളാട്ടോ, ഞാൻ പഠിച്ച സ്കൂളാണ്. അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിനിയാട്ടോ ഞാൻ. അപ്പോൾ സ്കൂളാണിത് കേട്ടോ. എൻ്റെ പഴയ കാലം കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ പഴയ പോലെയല്ല, ഒരുപാട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അങ്ങനെ സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ കുറച്ചൊന്ന് ആനുവൽ ഡേയുടെ ഒരുക്കങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ സ്റ്റേജ് മുഴുവനായിട്ടില്ല, കുറച്ചും കൂടി ചെയ്യാനുണ്ട്. അപ്പോൾ തുസ് എന്നെ കണ്ടേ ഉടനെ ഡാൻസ് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് ഓടി എൻ്റെ അടുത്തെത്തിയിട്ടോ. ഞാൻ പറഞ്ഞു ഇപ്പോൾ പോകണില്ല, കുറച്ച് ഡാൻസ് പ്രാക്ടീസ് നമുക്കൊന്ന് കണ്ടു കളയാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അവൾ. അങ്ങനെ ജസ്റ്റ് ഒന്ന് എടുക്കാൻ കേട്ടോ. പിന്നെ ഇതാ അടുക്കള പണിയാനായിട്ടുള്ള കല്ലൊക്കെ ഇതാ സെറ്റാക്കി അവൾ ആ പണിയും സൈഡിൽ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സ്റ്റേജൊക്കെ കണ്ടില്ലേ, ഇനി കുറച്ചും കൂടി പണിയുണ്ട് കേട്ടോ. സ്റ്റേജ് ഒന്ന് ഫുള്ളായി സെറ്റായി കിട്ടാനായിട്ട്. അങ്ങനെ ഇതാ ഞാൻ പഠിച്ച 4ാം ക്ലാസ് പഠിച്ചത് ഈ ഒരു സംഭവത്തിലാട്ടോ. അങ്ങനെ ഈ ബാക്ക് വശത്ത് അങ്ങനെ ഇരുന്നിട്ടാട്ടോ ഫുഡൊക്കെ കഴിക്കാറ്. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ പഠിക്കുന്ന ബെഞ്ചിൽ തന്നെ ഇരുന്നും കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാട്ടോ. ഇപ്പോൾ ഭയങ്കര മാറ്റങ്ങളാട്ടോ, പണ്ടത്തെ പോലെ ഒന്നുമല്ല. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ്, കുട്ടികളുടെ ഡാൻസ് പ്രാക്ടീസ് അടിപൊളി പ്രാക്ടീസാണ്. അങ്ങനെ ഇതാ പിള്ളേരൊക്കെ കുറേ പേര് ക്രയോൺസ് കൊണ്ട് ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നുണ്ട്. ടീച്ചേഴ്സ് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഡാൻസ് ടീച്ചർ സൈഡിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസ് പ്രാക്ടീസ് തകൃതിയായിട്ട് നടക്കാം കേട്ടോ. സ്കിറ്റ് പ്രാക്ടീസ് നടക്കാനായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ അവിടെ നിന്ന് നേരെ സ്കിറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയിട്ടോ. വളരെ മനോഹരമായ സ്കിറ്റ് പ്രാക്ടീസാണ് നടക്കാനായിട്ട് പോകുന്നത്. പിള്ളേരൊക്കെ സ്റ്റേജിലേക്ക് കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേജിൽ കയറി നിൽക്കുമ്പോൾ അവർക്കൊരു പ്രാക്ടീസ് ആവുമല്ലോ, നാളെ പരിപാടിയിൽ അടിപൊളിയായിട്ട് സ്കിറ്റ് കളിക്കാമല്ലോ എന്ന് കരുതിയിട്ട് അവർ സ്റ്റേജിൽ സ്കിറ്റ് പ്രാക്ടീസ് നടത്തുകൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സ് അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ ടൂണും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഫോണിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ച് അവർ ഓരോ ചുവടുകളും വയ്ക്കുന്നുണ്ട് കേട്ടോ. അടിപൊളി സ്കിറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഫുൾ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താം. അടിപൊളി സ്കിറ്റാണ് നടക്കുന്നത്. ടീച്ചേഴ്സ് പിറകെ നിന്ന് സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെയധികം ശ്രദ്ധിച്ച് പിള്ളേർ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനൊന്നും മറന്നു പോകരുത്. അടിപൊളി സ്കിറ്റാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ സ്കിറ്റുകൾ ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് അടിപൊളി ടീച്ചേഴ്സിൻ്റെ ഡാൻസ് പ്രാക്ടീസ് കേട്ടോ. ഇത്രയും മനോഹരമായി ടീച്ചേഴ്സ് കളിക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതും ഞാൻ ഷെയർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഈ സ്കിറ്റ് പ്രാക്ടീസ് അങ്ങനെ തകർത്ത് കളിക്കാട്ടോ. വളരെ ശ്രദ്ധിച്ചും ഓരോ സ്റ്റെപ്പുകളും ഓരോ ചൂടുകളും എടുത്തുങ്ങായിട്ട് സ്കിറ്റ് പ്രാക്ടീസ് അങ്ങനെ തകർത്തായിട്ട് പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം അങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കാം കേട്ടോ. പിന്നെ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സിനോടൊക്കെ അങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇതും കണ്ട് സ്കിറ്റും കണ്ട് അങ്ങനെ നിന്നു. അങ്ങനെ പേരൻസിൻ്റെ ഡാൻസ് പ്രാക്ടീസാട്ടോ കാണുന്നത്. കുറച്ച് ഭാഗം എടുത്തോളൂ കേട്ടോ. അതിനുശേഷം ടീച്ചേഴ്സിൻ്റെ ഡാൻസ് പ്രാക്ടീസാണ് കാണുന്നത്. അപ്പോൾ അടിപൊളി ടീച്ചർമാരുടെ ഡാൻസ് പ്രാക്ടീസാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അടിപൊളിയായിട്ട് അവർ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസം ആനുവൽ ഡേയുടെ ദിവസം ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അടിപൊളി പ്രാക്ടീസ് തകൃത്തായിട്ട് നടക്കാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ എൻ്റെ വിശേഷങ്ങൾ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ.